നമസ്കാരം. 2025 ഫെബ്രുവരി 23 കോഴിക്കോട് താമരശ്ശേരിയിലെ ട്രിസ് ട്യൂഷൻ സെന്റർ, അവിടെ ഒരു ഫെയർവെൽ പാർട്ടി നടക്കുകയാണ്. ശരിക്കും അതൊരു DJ പാർട്ടിയാണ്. സ്റ്റേജിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഒരു ഡാൻസ് ആണ് അരങ്ങേറുന്നത്. ആ ഡാൻസ് അടിപൊളിയായി മുന്നോട്ട് പോകുമ്പോൾ ആ ഡാൻസിന്റെ പാട്ട് കണക്ട് ചെയ്തിരുന്ന ഫോണിലേക്ക് ഒരു കോള് വന്നതും ആ പാട്ട് നിന്നതും ആ ട്യൂഷൻ സെന്ററിലെ ഒരു ഭാഗത്തുണ്ടായിരുന്ന കുട്ടികൾ ഒന്നടങ്കം ഉറക്കെ കൂവാൻ തുടങ്ങി. കൂവിയത് താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ പാട്ട് നിന്ന രംഗവും അതിനെ തുടർന്നുണ്ടായ കൂവലും. പാട്ട് നിന്ന ഉടൻ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂവിയതും ദേഷ്യം വന്ന MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ കുട്ടികളുടെ നേരെ തിരിഞ്ഞു. പിന്നെ ആ ഹാളിനകത്ത് നടന്നത് ശരിക്കും ഒരു തല്ലാണ്. സാധാരണഗതിയിൽ താമരശ്ശേരിയിലെ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അതുപോലെ ഈ MGയിലെ ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും തമ്മിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു തല്ല് നടക്കാറുണ്ട്. വെള്ളിയാഴ്ച തല്ലുമാല എന്നാണ് അവർ ആ തല്ലിനെ വിളിക്കുക. ഒരാഴ്ചത്തെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എതിർപ്പ് വെള്ളിയാഴ്ച തല്ലി തീർക്കുന്ന ഒരു പതിവുണ്ട്. ഇനി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കാണാം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ആ തല്ല് കഴിഞ്ഞവർ പിരിയുന്നത്. അതുപോലെ തന്നെ അന്നും ആ അടി ശരിക്കും അങ്ങ് കലശലായി മാറിയതും ആ ട്യൂട്ടോറിയുടെ നടത്തിപ്പുകാർ ഇടപെട്ട് രണ്ട് ടീമിനെയും പിടിച്ചുമാറ്റി. ഈ പിടിച്ചുമാറ്റൽ പ്രക്രിയ നടക്കുമ്പോഴും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന കുട്ടികൾ ചിലർ ദേഷ്യത്തോടെ ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളോട് ഉറക്കെ സംസാരിക്കുന്നത് പലരും കേട്ടു. പ്രിൻസിപ്പൽ അഖിലേഷ് പ്രശ്നത്തിൽ ഇടപെടുകയും ആ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ ബഹളമുണ്ടാക്കുന്ന 5 പിള്ളേരെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരവരുടെ വീടുകൾ കൊണ്ടാക്കുകയും ചെയ്തു. ശരിക്കും ഈ പ്രിൻസിപ്പളും കൂടുതലുള്ള അധ്യാപകരും തീയിൽ ചവിട്ടി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. എളേറ്റിലുള്ള MJ ഹയർ സെക്കൻഡറി സ്കൂളും താമരശ്ശേരിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും തമ്മിൽ ഏകദേശം ഒരു 12 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഈ രണ്ട് സ്കൂളിലെയും കുട്ടികൾ ട്യൂഷൻ എത്തുന്ന സ്ഥലമാണ് ഈ ട്രസ് ട്രെയിനിങ് സെന്ററിൽ വെച്ചിട്ടാണ് അവർ തമ്മിലുള്ള ആ പിണക്കവും വഴക്കും ഒക്കെ തീർക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ആ തല്ലുമാല ഒരു പരുവത്തിലാണ് ആ ട്യൂട്ടോറിയൽ അധ്യാപകർ വലിയ അടിയാകാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ഫെബ്രുവരി 23 കലാപരിപാടി എത്തിയത്. കലാപരിപാടി ആയതുകൊണ്ട് തന്നെ ആ ട്യൂട്ടോറിയൽ പഠിക്കാത്ത കുട്ടികൾ കൂടി കലാപരിപാടി കാണാൻ എത്തിയിരുന്നു. അങ്ങനെ എത്തിയ കുട്ടികളിൽ ചിലരൊക്കെ ഈ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്, ചിലരൊക്കെ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ്. ആ കുട്ടികൾ ശരിക്കും ആ ട്രസ്സിന്റെ ഭാഗം അല്ലാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായ ആ വഴക്ക് വലുതാക്കാൻ ഈ ട്രസ്സിലില്ലാത്ത കുട്ടികൾ ഒരു വലിയ കാരണമായി മാറി. ഈ രണ്ട് സ്കൂളിലെയും കുട്ടികൾക്ക് അവരവരുടേതായ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉള്ളതുപോലെ തന്നെ താമരശ്ശേരിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് മറ്റൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് അന്ന് ഒരു പ്രധാന ചർച്ചയാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച തല്ല് എല്ലാ ആഴ്ചയും സ്ഥിരമായി നടന്നു വരുന്ന ഒരു കലാപരിപാടിയാണ്. പക്ഷെ ഇന്ന് അവിടെ ആ പ്രോഗ്രാമുമായി ബന്ധിപ്പിച്ച് ഉണ്ടായ തല്ലിൽ കാര്യമായി ഇടപെടുകയും പ്രശ്നം കലുഷിതമാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ട്രസ്സിൽ പഠിക്കാത്ത MJ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ പേര് പലരും അതിനകത്ത് ചർച്ചയിൽ പറഞ്ഞു. ഷഹബാസ് ആണ് MJ സ്കൂളിന് വേണ്ടി ശരിക്കും ആക്റ്റീവായി ഈ താമരശ്ശേരിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികളോട് എതിരിട്ടത്. അവനെന്തിനാ നമ്മളോട് അങ്ങനെ എതിരിടുന്നത്? അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ആ ശൈലിയിലുള്ള ഡയലോഗ്സ് വാട്സാപ്പിൽ മെസ്സേജായി വന്നു തുടങ്ങി. ഇതേ സമയത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു ഗ്രൂപ്പ് ആക്റ്റീവായി പ്രവർത്തിക്കുകയാണ്. നേരത്തെ പ്രിൻസിപ്പൽ അഖിലേഷ് വീടുകളിൽ കൊണ്ടാക്കിയ ആ 5 കുട്ടികളാണ് ആ ഗ്രൂപ്പിലുള്ളത്. ആ ഗ്രൂപ്പിലെ ചർച്ച കുറെ കൂടി സജീവമാണ്. അവനെ തീർക്കണം, ആ ശൈലിയിലാണ് ആ ഗ്രൂപ്പിലെ മെസ്സേജുകൾ. അവനെ എന്നതുകൊണ്ട് അവരവിടെ ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ഷഹബാസിനെയാണ്. ഷഹബാസാണ് അന്നത്തെ അവരുടെ ആ മേൽക്കോയ്മയെ ഇല്ലാതാക്കിയത്. ഷഹബാസ് ഇല്ലായിരുന്നെങ്കിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ തേച്ചൊട്ടിക്കാമായിരുന്നു എന്നാണ് താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതിനിധീകരിക്കുന്ന ആ കുട്ടികൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഷഹബാസ് അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു മുള്ളായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി 27 എത്തുന്നത്. അതുപോലെ ഫെബ്രുവരി 27 ട്യൂഷൻ സെന്ററിന്റെ മുന്നിൽ വെച്ച് വീണ്ടും അടി നടക്കുന്ന വിവരം അറിഞ്ഞതും പ്രിൻസിപ്പൽ അഖിലേഷും അധ്യാപകരും റോഡിലേക്ക് ഓടിയിറങ്ങി. അപ്പോഴാണ് അഖിലേഷ് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ട്രസ് ട്യൂഷൻ സെന്ററിന്റെ മുന്നിൽ നിന്ന് അടിയുണ്ടാക്കുന്ന കുട്ടികളിൽ പലരും ആ സെന്ററിൽ പഠിക്കുന്നവരേ അല്ല. ട്രസ് ട്യൂഷൻ സെന്ററിന് മുന്നിൽ വന്ന് അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവിടെ എത്തിയിരിക്കുന്ന കുട്ടികളാണ് തല്ലുണ്ടാക്കുന്നത്. അഖിലേഷിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ട്രെയിനിങ് സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് മാറാത്ത കുട്ടികളെ കണ്ടപ്പോഴാണ് അഖിലേഷ് ശ്രദ്ധിക്കുന്നതും ആ കാര്യം മനസ്സിലാക്കുന്നതും. അടി ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനുമായിട്ട് രണ്ട് സ്കൂളിനെ പ്രതിനിധീകരിച്ച് വേറെ കുട്ടികൾ വരുന്നതാണ് വിഷയത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കിയ അഖിലേഷും അധ്യാപകരും
നാട്ടുകാരും ചേർന്ന് ആ കുട്ടികളെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. ഒരു പരുവത്തിൽ രംഗം ഏതാണ്ടൊന്ന് കൂളായതാണ്. പക്ഷേ 4:30 ആയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്നിരുന്ന കുട്ടികൾ പിന്നെയും ആ നിരത്തിലെത്തി. 2 സ്കൂളിനെയും പ്രതിനിധീകരിക്കുന്ന കുട്ടികൾ ഒരു കടയുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. 2 ടീമും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്. ഞങ്ങളുടെ ടീമാണ് ശക്തമെന്ന് ഒരു ടീം പറയുമ്പോൾ അതല്ല, ഞങ്ങളുടെ ടീമാണ് ശക്തമെന്ന് മറ്റേ ടീം പറയുകയാണ്. ഏകദേശം 14, 15, 16 വയസ്സ് പ്രായമുള്ള കുട്ടികളാണല്ലോ. അതുകൊണ്ട് തന്നെ വീറും വാശിയും വളരെ കൂടുതലുമാണ്. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഞങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പറയുമ്പോൾ അതല്ല, ഞങ്ങളൊന്ന് ഊതിയെ തെറിച്ചു പോകുന്ന ശൈലിയിൽ മറുഭാഗത്ത് പറയുകയാണ്. ഇതിനിടയിൽ ആ വഴക്ക് ശക്തമായ വാദപ്രതിവാദമായി മാറുന്ന അതേ സമയത്താണ് ഷഹബാസിന്റെ അച്ഛൻ ഷഹബാസിനെ വീട്ടിലെ ചായയ്ക്ക് വേണ്ടി ചില പലഹാരങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് വിടുന്നത്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായി പലഹാരം വാങ്ങിക്കാൻ ഇറങ്ങിയ ഷഹബാസ് വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് അവന്റെ ഒരു കൂട്ടുകാരനെ അവൻ കാണുന്നത്. കൂട്ടുകാരൻ ഷഹബാസിനെ അവന്റെ വണ്ടിയുടെ പുറകിൽ കയറ്റി അതിവേഗം ട്രസ് ട്രെയിനിങ് സെന്ററിന്റെ മുന്നിലെത്തി. ഷഹബാസ് ആ ട്രസ് ട്രെയിനിങ് സെന്ററിന്റെ മുന്നിലെത്തുമ്പോൾ അവിടെ ആ വാദപ്രതിവാദം ശരിക്കും ഒരു തല്ലായി രൂപം മാറിയിരുന്നു. ആ തല്ലിൽ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു മേധാവിത്വമുണ്ട്. ആ സമയത്താണ് MJ ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതിനിധീകരിക്കുന്ന ഷഹബാസ് ആ പോയിന്റിൽ എത്തുന്നത്. ഷഹബാസിനെ കണ്ടപ്പോൾ MJയിലെ കുട്ടികൾക്ക് ഒരു ആവേശമായി. ഷഹബാസ് കൂടി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഭാഗമായപ്പോൾ അവരുടെ ആവേശം കൂടുന്നത് സ്വാഭാവികമായിട്ടും താമരശ്ശേരിയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ശ്രദ്ധയപ്പെട്ടു. ആ സമയത്താണ് ആ താമരശ്ശേരിക്കാരുടെ ഇൻസ്റ്റാ ഗ്രൂപ്പിൽ ഒരു കുഞ്ഞു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ആ ഗ്രൂപ്പിനിടയിലേക്ക് കടന്നു വരുന്ന ഒരു പയ്യന്റെ കയ്യിലിരിക്കുന്ന നഞ്ചക്ക് ആണ് ആ വീഡിയോയിലെ പ്രധാന താരം. ഷഹബാസിനെയും കൂട്ടരെയും അടിച്ചൊതുക്കാൻ ഇതാ ഞങ്ങളുടെ പിള്ളേർ റെഡിയായി കഴിഞ്ഞു എന്നുള്ള ശൈലിയുള്ള കമന്റുകൾ ആ കുഞ്ഞു വീഡിയോയുടെ അടിയിലുണ്ട്. ആരൊക്കെയോ അപ്പപ്പോ ലൈവായി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാണ്. 2 ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ 2 ടീമിനെയും പ്രതിനിധീകരിക്കുന്ന ന്യൂട്രലായി നിൽക്കുന്ന ആളുകൾ വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ആ നഞ്ചക്ക പയ്യൻ രംഗത്തിറങ്ങിയോടുകൂടി താമരശ്ശേരിക്കാരുടെ വീറ് ഒന്നുടങ്ങ് കൂടി. പെട്ടെന്നാണ് അതുവരെ ഒന്നും തള്ളും ചവിട്ടും ഇടിയൊക്കെയായി നിന്ന ആ സംഭവം ഒന്ന് കലുഷിതമാകുന്നത്. പിന്നെ അവിടെ നടന്നത് ശരിക്കൊരു കൂട്ടത്തല്ലാണ്. ആ കൂട്ടത്തല്ല് നടക്കുന്നതിനിടയിൽ ആ നഞ്ചക്കുധാരി കയ്യിലിരുന്ന നഞ്ചക്ക് ഉപയോഗിച്ച് അവരെ നേരിടുന്ന ഷഹബാസിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. നഞ്ചക്ക് കൊണ്ടുള്ള അടി കിട്ടിയിട്ടും ഷഹബാസ് എതിരാളിയെ തറ പറ്റിക്കുകയും ചെയ്തു. ഈ സമയത്താണ് അടുത്ത കടക്കാര് ഓടി രംഗത്തിറങ്ങുന്നത്. ഷുക്കൂറും സിദ്ദിഖും ഓടിയെത്തി ആ പിള്ളേരെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. ആയുധങ്ങൾ ഉപയോഗിച്ച് അടി തുടങ്ങിയാൽ പിന്നെ എന്തു വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് ഷുക്കൂറും സിദ്ദിഖും ഓടിയെത്തിയത്. ഷുക്കൂറും സിദ്ദിഖും കൂടി പിള്ളേരെ 2 ഭാഗത്തേക്കും വകഞ്ഞു മാറ്റി തുടങ്ങി. അവരെ ഒരു പരുവത്തിൽ തള്ളി മുന്നോട്ട് കൊണ്ടുപോയ ഷുക്കൂറും സിദ്ദിഖും ഹാജിറയും ജസീറയും നടത്തുന്ന തയ്യൽ കടയിലേക്കാണ് ആ പിള്ളേരെ തള്ളിക്കയറ്റിപ്പെട്ടത്. തയ്യൽ കടയിലേക്ക് തല്ലുണ്ടാക്കുന്ന പിള്ളേർ ഓടിക്കേറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹാജിറയും ജസീറയും ആ കടയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി. ഈ സമയമായപ്പോ ട്രെയിനിങ് സെന്ററിൽ നിന്ന് അഖിലേഷും ബാക്കിയുള്ള അധ്യാപകരും താഴേക്ക് ഓടി ഇറങ്ങുകയും ആ റോഡിലുണ്ടായിരുന്ന കുട്ടികളെ പിടിച്ചു മാറ്റുകയും ചെയ്തു. അത് കണ്ടുകൊണ്ടുവന്ന കടക്കാരും നാട്ടുകാരും ട്രസ്സിലെ അധ്യാപകരോട് തട്ടിക്കയറുന്നത് അപ്പോഴാണ്. നിങ്ങൾക്ക് ഈ പിള്ളേരെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നതെന്ന് അഖിലേഷിനോട് നാട്ടുകാർ ചോദിച്ചപ്പോ അഖിലേഷ് അവരോട് ഉള്ള കാര്യം പറഞ്ഞു. അവിടെ അടിയുണ്ടാക്കുന്ന കുട്ടികൾ ആരും തന്നെ ട്രസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ല, വേറെ എവിടെയോ ഉള്ള കുട്ടികൾ ആ സ്ഥാപനത്തിന് മുന്നിൽ വന്നു നിന്നിട്ട് പരസ്പരം വെല്ലുവിളിക്കുകയും അടിയുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അഖിലേഷും കൂട്ടുകാരും എന്ത് ചെയ്യാനാണ്? അദ്ദേഹം ആ ചോദ്യം ചോദിക്കുമ്പോൾ നാട്ടുകാർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്. എവിടെയോ ഉള്ള പിള്ളേർ ആ സ്ഥലത്ത് വന്ന് തല്ലുണ്ടാക്കുന്നതാണ്. അഖിലേഷ് പറഞ്ഞത് കേട്ടതും അതുവരെ കാണികളായി മാത്രം നിന്നിരുന്ന നാട്ടുകാരൂടി രംഗത്തിറങ്ങി. അതിന് ഫലമുണ്ടായി. പെട്ടെന്ന് അവിടെ അങ്ങ് ശാന്തമായി. അവിടെ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന പിള്ളേർ 4 ഭാഗത്തേക്ക് അങ്ങ് ചിതറി മാറി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി എന്ന് സൂചന പോലും ഇല്ലാത്ത ശൈലിയിൽ അവിടെ തികച്ചും ശാന്തമായ ഒരു ജംഗ്ഷനായി മാറി. ആ ജംഗ്ഷൻ ശാന്തമായെങ്കിലും ശാന്തമാകാത്ത മറ്റൊരു സ്ഥലമുണ്ട്. അത് ഈ പിള്ളേരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റാ ഗ്രൂപ്പുകളുമാണ്. അതിനകത്ത് അന്ന് നടന്ന ആ അടിയുടെ വിശദാംശങ്ങളാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. തങ്ങൾ വിജയിച്ചു എന്നാണ് ഓരോ ഗ്രൂപ്പിലെ കുട്ടികൾ ശരിക്കും ആവേശത്തോടെ പറയുന്നത്. എതിർ ഗ്രൂപ്പിലെ ഇന്നയാളെ ഞാൻ അടിച്ചു വീഴ്ത്തി എന്ന് പറയുന്ന കമന്റുകൾ വരെ അതിനകത്തുണ്ട്. വളരെ ആവേശകരമായ ഒരു ക്രിക്കറ്റ് മാച്ച് നമ്മൾ എങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് പറയൂ, അതേ ശൈലിയിൽ 2 ഗ്രൂപ്പിലെയും കുട്ടികൾ അന്ന് നടന്ന ആ തല്ലുമാലയെ കുറിച്ച് വളരെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഷഹബാസ് അവന്റെ വീടിന് സമീപമെത്തി. അവന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ പടിക്കെട്ടിൽ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ടതും ആ വീട്ടുകാരൻ ഷഹബാസിനോട് ചോദിച്ചു, എന്താ ഷഹബാസ് നീ ക്ഷീണിച്ചിരിക്കുന്നത്? ഇല്ല, എനിക്ക് ഒരു ക്ഷീണം, ഒന്ന് കിടക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ്
തൊട്ടടുത്തുള്ള അവന്റെ വീട്ടിലേക്ക് കയറി. അവന്റെ വീട്ടിലെ കിടക്കയിൽ അവൻ വന്ന് കമിഴ്ന്നാണ് കിടന്നത്. കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്ന ഷഹബാസിനെ അവന്റെ വീട്ടുകാർ കണ്ടായിരുന്നു. അവർ വന്ന് അവനോട് ചോദിച്ചു, എന്താ മോനെ നീ ഇങ്ങനെ കിടക്കുന്നത്, എന്തു പറ്റി? ചോദ്യം കേട്ടപ്പോ ഷഹബാസ് എണീറ്റു. ഇല്ലമ്മ, ഒന്നും പറ്റിയില്ല. അങ്ങനെ അവൻ പറഞ്ഞതും പെട്ടെന്ന് അവങ്ങ് ഛർദ്ദിച്ചു. രക്തം അവന്റെ വായിന്ന് പുറത്തേക്ക് ഛർദ്ദിക്കപ്പെട്ടതും വീട്ടുകാർ ശരിക്കും ഭയന്നുപോയി. അവന്റെ വായിക്കൂടി രക്തത്തോടൊപ്പം നുരയും പതയും വന്നു തുടങ്ങി. എന്താ മോനെ എന്ന് അവന്റെ രക്ഷിതാക്കൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഉമ്മ തല വലുതാകുന്നു. അവന്റെ തലയ്ക്കകത്ത് ഒരു പെരുപ്പ് അവന് അനുഭവപ്പെട്ടു തുടങ്ങിയെന്ന് അവൻ പറയുമ്പോഴേക്കും അവർ ഉടൻ തന്നെ ഷഹബാസിനെ അവിടെ നിന്ന് നേരെ താമരശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഷഹബാസിനെ പരിശോധിച്ച ഡോക്ടർ വിത്തിൻ മിനിറ്റ്സ് കൂടെയുള്ള രക്ഷിതാക്കളോട് പറഞ്ഞു, ഇവന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ നമുക്ക് ഇവനെ നോക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇവന്റെ കാര്യം ലേശം സീരിയസ് ആണ്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി താമരശ്ശേരി ഹോസ്പിറ്റലിലെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞതും ഷഹബാസിന്റെ പിതാവും ഷഹബാസിനൊപ്പം എത്തിയ ബന്ധുക്കളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ഷഹബാസ് അല്പം നേരം മുമ്പാണ് വീട്ടിലേക്ക് ആവശ്യമായ പലഹാരം വാങ്ങാനായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതിനുശേഷം അവൻ മടങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ കമിഴ്ന്ന് കിടന്നതും അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും. അതുമായി ബന്ധിപ്പിച്ച് വേറെ ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് ആർക്കും ഒരു അറിവില്ല. അതുകൊണ്ട് തന്നെ അമ്പരന്ന് പോയ ഷഹബാസിന്റെ പിതാവ് ഉടൻ തന്നെ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസ് അറേഞ്ച് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയ ഷഹബാസിനെ അവിടെ വെന്റിലേറ്ററിലാണ് അഡ്മിറ്റ് ചെയ്തത്. വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തു വന്ന ഡോക്ടേഴ്സ് ഷഹബാസിന്റെ പിതാവിനോട് വ്യസന സമേതം ആ കാര്യം അറിയിച്ചു. നിങ്ങളുടെ മകന്റെ തല ആകെ കലങ്ങിയിരിക്കുകയാണ്. ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയാത്ത ശൈലിയിൽ തലയ്ക്ക് കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട്. ഡോക്ടർ പറയുന്ന കാര്യം ശരിക്കും ഷഹബാസിന്റെ പിതാവിനും കൂടെയുള്ള ബന്ധുക്കൾക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതിശക്തമായി ഷഹബാസിന്റെ തല കലങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതുപോലൊരു മുറിവൊക്കെ തലയിൽ കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെ വലിയ മുറിവൊന്നും അവന്റെ തലയിൽ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കൊരു പിടിയില്ല. അവരുടെ അമ്പരപ്പ് കണ്ടിട്ടാകണം ഡോക്ടർ അവരോട് പറഞ്ഞു, ഷഹബാസിന്റെ തലയോട് പൊട്ടിയിരിക്കുകയാണ്. അവന്റെ ഷോൾഡറിൽ അടിയേറ്റിട്ടുണ്ട്. അതുപോലെ അവന്റെ കഴുത്തിന്റെ പുറകുവശത്ത് ശക്തമായ അടി കിട്ടിയിട്ടുണ്ട്. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള ശൈലിയിലാണെങ്കിലും ശക്തമായ അടി ആ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത് കൊണ്ടാണ് ഷഹബാസിന്റെ തല കലങ്ങിയിരിക്കുന്നത്. ഡോക്ടർ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ബന്ധുക്കളോട് പങ്കുവെച്ചപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഷഹബാസിന്റെ പിതാവും ബന്ധുക്കളൊക്കെ മുഖത്തോടും നോക്കുകയാണ്. അവർക്ക് ശരിക്കും ആ സമയത്തും എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ചായക്ക് ആവശ്യമായ പലഹാരം വാങ്ങാൻ പോയ ഷഹബാസ് ആണ് ഇപ്പൊ ഇവിടെ ആ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. 28-ാം തീയതി പുലർന്നിട്ടും ഷഹബാസ് കണ്ണു തുറന്നില്ല. അന്ന് ഏതാണ്ട് പൂർണ്ണമായും കോമയിലായിരുന്നു ഷഹബാസ്. ഈ സമയത്ത് ഷഹബാസിന്റെ പിതാവ് മറ്റു ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഷഹബാസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സുഹൃത്തിനൊപ്പം ആ ട്രസ്റ്റ് ട്രെയിനിങ് സെന്ററിന്റെ സമീപത്തേക്ക് പോയതും അവിടെ വെച്ച് കുട്ടികളുമായി വഴക്കുണ്ടാക്കിയതും തല്ലുണ്ടാക്കിയതും ഒക്കെ ഷഹബാസിന്റെ പിതാവ് അറിയുന്നത് അവിടെ ആ IC യൂണിറ്റിനെ മുന്നിൽ നിൽക്കുമ്പോഴാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഷഹബാസിന്റെ പിതാവ് അറിയുന്നത്. അദ്ദേഹം ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. വളരെ സജീവമായിട്ട് തന്നെ പോലീസ് ഇടപെടുകയും 5 കുട്ടികളെ അന്ന് പകൽ തന്നെ പൊക്കുകയും ചെയ്തു. ആ 5 കുട്ടികളെയും അറസ്റ്റ് ചെയ്യുന്നത് ജുവനൈൽ നിയമപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത കുട്ടികളുടെ പേര് വിവരങ്ങളോ അവരുടെ ഫോട്ടോയോ പോലീസ് ആരെ കാണിച്ചതുമില്ല. പക്ഷെ ഒരു കാര്യം പോലീസ് വഴി ഷഹബാസിന്റെ പിതാവും മറ്റുള്ളവരൊക്കെ അറിഞ്ഞു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട 5 കുട്ടികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു നഞ്ചക്ക് കണ്ടെടുത്തു എന്നുള്ള വിവരമാണ് ഷഹബാസിന്റെ പിതാവ് അറിയുന്നത്. ആ നഞ്ചക്ക് ഉപയോഗിച്ചാണ് ഷഹബാസിനെ ആ വിദ്യാർത്ഥി തല്ലിയത്. അതോടൊപ്പം ആ കുട്ടികളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ലാപ്ടോപ്പും അതുപോലെ ഫോണും അവരുടെ സംഘം ചേരുന്ന ആക്ടിവിറ്റിയുടെ തെളിവായി പോലീസ് കണ്ടെത്തിയതാണ്. നേരത്തെ കൂടി പ്ലാൻ ചെയ്ത് സംഘടിച്ച് തല്ലുണ്ടാക്കി എന്ന പേരിലാണ് ആ കുട്ടികളെ 28-ാം തീയതി പോലീസ് പോക്കുന്നത്. പക്ഷേ മാർച്ച് 1-ന് നേരം പുലർന്നപ്പോൾ ആ കേസിന്റെ സ്വഭാവം മാറി. കാരണം വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ഷഹബാസ് ആ സമയത്താണ് മരിക്കുന്നത്. സംഘം ചേർന്ന് ഒരു കുട്ടിയെ മൃഗീയമായി തല്ലിക്കൊന്ന കേസിലേക്ക് ആ 5 കുട്ടികളുടെയും കേസ് മാറുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷഹബാസിന്റെ ആ ജീവനറ്റ ബോഡി മടക്കി കൊണ്ടുവരുന്നത് താമരശ്ശേരിയിലുള്ള ഷഹബാസിന്റെ തറവാട്ട് വീട്ടിലേക്കാണ്. ഷഹബാസും പിതാവും ഒക്കെ താമസിക്കുന്നത് വാടക വീട്ടിലായതുകൊണ്ടാണ് ബോഡി ഇവിടെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നത്. തറവാട്ടിൽ ആ ബോഡി കാണാനെത്തുന്ന ആളുകളോടായി ഷഹബാസിന്റെ പിതാവ് വളരെ കർക്കശമായി ഒരു കാര്യം പറഞ്ഞു. ബന്ധുക്കളല്ലാതെ ഒരാളും അദ്ദേഹത്തിന്റെ മകനെ കാണണ്ട എന്നാണ് ഷഹബാസിന്റെ പിതാവ് തീർത്തു പറഞ്ഞത്. ശരിക്കും അത് ഒരു വലിയ ചലനം ഉണ്ടാക്കി. MJ ഹയർ സെക്കൻഡറി സ്കൂളിനെ പ്രതിനിധീകരിക്കുന്ന കുട്ടികൾക്കും അതുപോലെ
അധ്യാപകർക്കും മാനേജ്മെന്റിനും ഒക്കെ ഷഹബാസിന്റെ ഭൗതിക ശരീരം അവസാനമായി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവര് അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ഷഹബാസിന്റെ പിതാവ് തീർത്തു പറഞ്ഞതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അവർ മാത്രമല്ല, ആ നാട്ടിലുള്ള മറ്റാളുകൾക്കും അങ്ങോട്ടേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയായിരുന്നു. താമരശ്ശേരിയിലെ ആ തറവാട്ട് വീട്ടിൽ നിന്ന് ഷഹബാസിന്റെ ഭൗതിക ശരീരത്തെ കൊണ്ടെത്തിച്ചത് ചുങ്കത്തുള്ള മസ്ജിദിലാണ്. അവിടെ പൊതുദർശനത്തിന് വെച്ചു. ചുങ്കത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് ഷഹബാസിന്റെ സുഹൃത്തുക്കളും അതുപോലെ അധ്യാപകരും ഒക്കെ അവിടേക്ക് ഒഴുകിയെത്തിയത്. അത് ശരിക്കും കരയിപ്പിക്കുന്ന ഒരു രംഗമാണ്. MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിയാണെങ്കിലും ആ ട്രസ്റ്റ് ട്രെയിനിങ് സെന്ററിൽ പഠിക്കാത്ത ഷഹബാസ് ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വിളിച്ചതുകൊണ്ട് മാത്രമാണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ആ ട്രസ്റ്റ് ട്രെയിനിങ് സെന്ററിൽ എത്തിയത്. അവർക്ക് വേണ്ടി വഴക്കുണ്ടാക്കാനും തല്ലുണ്ടാക്കാനും നിന്നതുകൊണ്ടാണ് ഷഹബാസ് മരണപ്പെട്ടെന്നുള്ള ആ യാഥാർത്ഥ്യം ആ കുട്ടികളെ വല്ലാതൊന്ന് അലട്ടി. അതുകൊണ്ട് തന്നെ ശരിക്കും അലമുറോട്ട് കരയുന്ന കുട്ടികളുടെ ഒരു നീണ്ട നിരയാണ് നമ്മൾ അവിടെ കണ്ടത്. കരളലയിപ്പിക്കുന്ന രംഗങ്ങളുടെ ഒരു വലിയ നിര തന്നെ അവിടെ ഉണ്ടായി. ചുങ്കത്തുനിന്ന് ഷഹബാസിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോയത് കടവൂരുള്ള മസ്ജിദിലേക്കാണ്. അവിടെയാണ് ഷഹബാസിന്റെ ഖബറടക്കം നടന്നത്. ഈ സമയത്ത് ഷഹബാസിന്റെ പിതാവിനെ അനവധി മാധ്യമങ്ങൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ തന്റെ മനസ്സിലുള്ള സങ്കടം അതുപോലെ തന്നെ ഷഹബാസിന്റെ പിതാവ് പങ്കുവെക്കുകയും ചെയ്തു. നടന്നിരിക്കുന്നത് ക്രൂരമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കൊലയാണ്. ഷഹബാസിനെ കൊലപ്പെടുത്താൻ വേണ്ടി 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ പ്ലാൻ ചെയ്തു എന്ന് ഷഹബാസിന്റെ പിതാവ് പറയുമ്പോൾ ആ വാചകങ്ങൾ അതുപോലെ തന്നെ ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്തു. ഈ വിഷയം പെട്ടെന്നാണ് അങ്ങ് കത്തിപ്പടരുന്നത്. കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്ലാൻ ചെയ്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ തല്ലിക്കൊല്ലുക. കേരളത്തിന്റെ ചരിത്രത്തിൽ അതിനു മുമ്പ് നമ്മൾ ആരും കേൾക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ കൊല നടത്താൻ വേണ്ടി നഞ്ചക്ക് പോലുള്ള ഒരു ആയുധം ഉപയോഗിക്കുക. നഞ്ചക്ക് ലോകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണെങ്കിലും പല രാജ്യങ്ങളിലും നഞ്ചക്കിന്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പോലും നഞ്ചക്ക് ഉപയോഗിക്കുന്നത് അത് പഠിപ്പിക്കുന്ന അധ്യാപകർ ശരിക്കും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് നഞ്ചക്കിനെ സാധാരണ ഈ കുംഫു ആർട്സിലും അതുപോലുള്ള മാർഷൽ ആർട്സിലൊക്കെ പരിചയപ്പെടുത്തുക. പക്ഷെ ഇവിടെ ഒരാളെ കൊല്ലാൻ വേണ്ടി മാത്രമായിട്ട് ആ നഞ്ചക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. പോലീസ് വളരെ വിശദമായ അന്വേഷണമാണ് ഈ കേസുമായി ബന്ധിപ്പിച്ച് നടത്തിയത്. സ്വാഭാവികമായിട്ടും പോലീസിനെതിരെയും ഭരണത്തിനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി. കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ കൂട്ടത്തിൽ ചിലർക്കൊക്കെ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, ചിലരൊക്കെ ഗുണ്ട സംവിധാനവുമായി ബന്ധമുള്ളവരാണ്, ചിലരൊക്കെ ബിസിനസ്സുമായി ബന്ധമുള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ. രക്ഷിതാക്കളുടെ സ്ഥാനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് കുട്ടികളെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്ന ശൈലിയിലൊക്കെ ആരോപണം ഉണ്ടാകുമ്പോൾ പോലീസ് ഈ കുട്ടികളുടെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചു തുടങ്ങി. നഞ്ചക്ക് ഉപയോഗിക്കാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിരിക്കുകയാണ്. നഞ്ചക്ക് ഉപയോഗിക്കാനായിട്ട് വേറെ ഒരു ട്രെയിനറുടെ അടുത്തും ആരും പോയിട്ടില്ല. വളരെ വിശദമായ ചർച്ചകളാണ് അവിടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് നടന്നിരിക്കുന്നത്. കൊല ചെയ്യാൻ തീരുമാനിച്ചുറച്ചു തന്നെയാണ് ആ കുട്ടികൾ അന്ന് ആ ട്രസ്റ്റ് ട്രെയിനിങ് സെന്ററിന് മുന്നിൽ എത്തിയത്. ഇതിനിടയിലാണ് TP ചന്ദ്രശേഖരൻ വധത്തിൽ മുഖ്യ പ്രതിസ്ഥാനത്തുള്ള ഒരാളോടൊപ്പം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ രക്ഷിതാവിന്റെ ഫോട്ടോ സെർച്ച് നടത്തുമ്പോൾ പോലീസ് കാണുന്നത്. സ്വാഭാവികമായിട്ട് ആ വിവരം പത്രങ്ങളും ചാനലുകളും ബ്രേക്ക് ചെയ്തപ്പോൾ ആരോപണം കുറെ കൂടി കടുക്കുകയാണ്. സകലതിനെയും രാഷ്ട്രീയ കണ്ണികൂടെ കാണുന്ന ഒരു ശീലം നമുക്കുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ ശൈലിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതിൽ അതിശയവുമില്ല. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഈ 5 കുട്ടികളെ ഹാജരാക്കുമ്പോഴേക്കും പോലീസ് ഒരു കുട്ടിയെ കൂടി അറസ്റ്റ് ചെയ്തു. അവനും ഇതിന്റെ പാർട്ടായിരുന്നു. ജുവനൈൽ ഹോമിൽ ആ കുട്ടികളായിരിക്കുമ്പോഴാണ് SSLC എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഏതാണ്ട് പെട്ടതുപോലെയായി. ആ കുട്ടികളെ കിട്ടിയാൽ അവരെ കൈയും കാലും തല്ലി ഒടിക്കുമെന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടം ശരിക്കും പുറത്തുണ്ട്. ആ ആൾക്കൂട്ടത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് താമരശ്ശേരിയിലെ ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടുവന്ന് ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ പോലീസ് ഒരു ശ്രമം നടത്താൻ പോകുകയാണെന്ന് അറിഞ്ഞതും ജനരോഷം അങ്ങ് ആളിക്കത്തി. കുട്ടികളെയും കൊണ്ട് ആ സ്കൂളിനടുത്തേക്ക് പോലീസ് എത്തിയാൽ ഒരു കാരണവശാലും കുട്ടികളെയും പോലീസിനെയും സ്കൂളിലേക്ക് കയറ്റില്ല എന്ന് ജനം ഏതാണ്ട് തീരുമാനിച്ചുറച്ചതുപോലെയായി. സംഭവം വഷളാകുമെന്ന് മനസ്സിലാക്കിയ പോലീസ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു തീരുമാനമെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അധീനതയിലുള്ള ആ ജുവനൈൽ ഹോമിനകത്ത് ഒരു പരീക്ഷ മുറി തന്നെ അവർ സംഘടിപ്പിച്ചു. ആ പരീക്ഷ മുറിയിൽ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദമാണ് പോലീസ് കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ സർക്കാരും പോലീസും മുൾമുനയിൽ ആവുകയാണ്. പരീക്ഷയുടെ കേസിൽ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും സാധാരണഗതിയിൽ നമ്മൾ അനുവദിക്കാറില്ല. അപ്പോഴാണ് കൊല ചെയ്ത ആ 6 കുട്ടികൾക്കും പ്രത്യേക പരിരക്ഷ കൊടുത്ത്
അവരെ കൊണ്ട് പോലീസ് പരീക്ഷ എഴുതിപ്പിക്കുന്നത്. പോലീസിനെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ സർക്കാരുമാണ്. സ്വാഭാവികമായിട്ടും ജനരോഷം സർക്കാരിനെതിരാകാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. സർക്കാരിനെതിരെ വിവിധ ശൈലികളിൽ നിന്ന് വിവിധ മേഖലയിലുള്ള ആളുകൾ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങുമ്പോഴേക്കും പരീക്ഷ അതിൻ്റെതായ രീതിയിൽ നടക്കുകയാണ്. ശരിക്കും സർക്കാർ ആ കുട്ടികൾക്കൊപ്പം നിൽക്കണമായിരുന്നോ, കൊല്ലപ്പെട്ട ഷഹബാസിനൊപ്പം നിൽക്കണമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. ആ വിഷയം അവിടെ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറെ കാര്യങ്ങൾ കൂടി ഇതുമായി കണക്ട് ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപിക റോഡിലൂടെ നടക്കുമ്പോൾ ആ സ്കൂളിലെ രണ്ട് പെൺകുട്ടികൾ, രണ്ട് ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്നത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. ടീച്ചറുടെ തൊട്ടുമുന്നിലൂടെ കടന്നുപോയ ആ ബൈക്ക് ഒരു ജംഗ്ഷനിൽ നിർത്തി അവിടെ ഇറങ്ങിയ കുട്ടികൾ ജ്യൂസൊക്കെ കുടിക്കുന്ന കണ്ടതും പിറ്റേന്ന് സ്കൂളിൽ ആ കുട്ടികളെ കണ്ടപ്പോൾ ടീച്ചർ ആ കുട്ടികളെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെ ആൺകുട്ടികളുടെ പുറകെ ബൈക്കിൽ കയറി യാത്ര ചെയ്യുന്നത് ശരിയാണോ? ആ ചോദ്യം ആ ടീച്ചർ ചോദിച്ചതും കുട്ടികൾ ടീച്ചറോട് വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞു, ടീച്ചറുടെ കാര്യം നോക്കിയാൽ മതി, മേലാൽ ഞങ്ങളുടെ കാര്യത്തിൽ കയറി ഇടപെടരുത്. വളരെ പരോക്ഷമായ പെൺകുട്ടികൾ ടീച്ചറോട് അങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ടീച്ചർ ഞെട്ടിയെന്ന് പറയാം. അന്ന് വൈകുന്നേരം ടീച്ചർ അങ്ങനെ നടന്നു പോകുമ്പോൾ ആ ബൈക്ക് ധാരികൾ ആ പെൺകുട്ടികളെ പുറകിലെത്തി ടീച്ചറുടെ ചുറ്റും ഒന്ന് കറങ്ങി. ശരിക്കും ടീച്ചറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അനുവദിക്കാതെ റോഡിൽ ടീച്ചർക്ക് ചുറ്റും ആ ബൈക്കിട്ട് കറക്കിയായിരുന്നു. ആ സമയത്ത് വേറെ വാഹനം അവിടെ വന്നതുകൊണ്ട് മാത്രം ടീച്ചർ ഒരു പരുവത്തിൽ രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടികളാണല്ലോ എന്ന് കണ്ട് ഒന്ന് ഉപദേശിക്കാൻ ശ്രമിച്ച ടീച്ചർ ആ നിമിഷത്തിൽ മനസ്സിൽ ഒരു കാര്യം തീരുമാനിക്കുകയും ചെയ്തു, ഇനി മേലാൽ ആരെയും ഉപദേശിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു ദിവസം ഒരു UP സ്കൂളിലെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു മാഗസിൻ പിടിച്ചു. ഫയർ മാഗസിനാണ്. കുറെ നഗ്ന ചിത്രങ്ങളും മറ്റുമൊക്കെ ആ പുസ്തകത്തിനകത്തുണ്ട്. ഞാൻ അന്ന് ആ സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങള് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. ആ കുട്ടിയെ പ്രതിനിധീകരിച്ച് അവിടെ എത്തിയത് കുട്ടിയുടെ അമ്മയാണ്. അമ്മയെ കണ്ടപ്പോൾ എന്റെ കൂടെയുള്ള വേണു സാറ് ആ സ്ത്രീയോട് ചോദിച്ചു, ഏയ് ഇത് കണ്ട, നിങ്ങളുടെ മകൻ കൊണ്ടുവന്ന പുസ്തകമാണിത്. അത് കണ്ടതും ആ സ്ത്രീ അമ്പരപ്പോടെ ഞങ്ങളോട് പറഞ്ഞു, ഛേ, ഇത് അവരുടെ അച്ഛൻ കൊണ്ടുവച്ചിരുന്നാണല്ലോ, ഇത് നമുക്ക് എടുത്തോണ്ട് വന്ന. ആ സ്ത്രീയോട് ഇനി ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് ആ മറുപടി കേട്ട നിമിഷത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി. 2023 ഒക്ടോബർ 27 മലപ്പുറത്തെ പേരശ്ശന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ടീച്ചർ ഒരു കുട്ടി അവിടെ അലസമായി നടക്കുന്ന കണ്ടപ്പോൾ അവനെ സമീപിച്ചു. അന്ന് അവിടെ കലോത്സവം നടക്കുകയാണ്. ആ കലോത്സവത്തിൽ കുട്ടികൾ പ്രാക്ടീസിന്റെ ഇടയിൽ കൂടി അവൻ കറങ്ങി നടക്കുന്ന കണ്ടതുകൊണ്ടാണ് ടീച്ചർ അവനെ സമീപിച്ചത്. എന്തിനാണ് അങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് ടീച്ചർ ചോദിച്ചതും അവൻ വളരെ പരോക്ഷമായി ടീച്ചറോട് ഒന്ന് തട്ടിക്കേറി. ടീച്ചർ പെട്ടെന്ന് അവനെ പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായി അവന്റെ കയ്യിലേക്ക് പിടിച്ചു. ആ കുട്ടിയുമായി പ്രിൻസിപ്പളിന്റെ അടുത്ത് ആ ടീച്ചർ എത്തിയതും പ്രിൻസിപ്പൾ ആ പയ്യൻസിനെ വഴക്ക് പറഞ്ഞു. പ്രിൻസിപ്പൽ പയ്യൻസിനെ വഴക്ക് പറയുന്ന സമയത്ത് വേറെയും അധ്യാപകർ ആ ഓഫീസിനകത്തുണ്ട്. പെട്ടെന്ന് അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ പയ്യൻ ആ ടീച്ചറുടെ കൈ പിടിച്ച് പുറകോട്ടങ്ങ് തിരിച്ചു. പെട്ടെന്ന് കൈ പിടിച്ച് പുറകോട്ട് തിരിഞ്ഞതും ആ ടീച്ചറുടെ കൊഴ അങ്ങ് തെറ്റി. ടീച്ചർ താഴോട്ട് വീണതും ആ പയ്യൻസ് ടീച്ചറെ തറയിലിട്ട് ആഞ്ഞ് ചവിട്ടുകയും ചെയ്തു. ആ ഓഫീസ് റൂമിനകത്ത് ആ സമയത്ത് ക്ലറിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളും മറ്റ് അധ്യാപകരൊക്കെ ഉണ്ട്. സകലരും ഞെട്ടിപ്പോയ ഒരു നിമിഷം. ഞെട്ടിപ്പോയെങ്കിലും ആ സ്റ്റാഫ് അംഗങ്ങളെല്ലാം കൂടി ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിയങ്ങ് പോയി. ആ ടീച്ചറിന്റെ കൈമുട്ട് ശരിയാകാൻ പിന്നെ മാസങ്ങളുടെ ചികിത്സ തന്നെ വേണ്ടി വന്നു. ചികിത്സ കഴിഞ്ഞപ്പോൾ ടീച്ചർ ആദ്യം ചെയ്തത് ആ സ്കൂളിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി സുരക്ഷിതമായ മറ്റൊരു സ്കൂളിലേക്ക് പോകാനാണ്. 2019 കുമളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപകൻ അവിടെ ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞപ്പോൾ ആ കുട്ടി ആ സാറിനെ മൃഗീയമായി ആക്രമിക്കുകയായിരുന്നു. കുറെ നാളത്തെ ചികിത്സകൾക്കൊടുവിൽ ഒരു പരുവത്തിൽ അവിടുന്ന് സ്ഥലമാറ്റമൊക്കെ വാങ്ങിച്ച് കറങ്ങി തിരിഞ്ഞ് ആ അധ്യാപകൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് മിത്രപല സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും വരിയായി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എന്തോ വിഷയം ഉണ്ടായി. ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് വന്നു. അത് NCC അധ്യാപകൻ ഷാജി സാറിന്റെ മുറിയാണ്. ഞാനും ഷാജി സാറും HM പുരുഷോത്തമ സാറും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പെൺകുട്ടി അങ്ങോട്ട് വന്നത്. അവൾ ഒരേ കരച്ചിൽ. അവളെ പടിക്കെട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു പയ്യൻ അവളെ പുറകിൽ നിന്ന് ചവിട്ടി എന്നാണ് അവളുടെ പരാതി. പ്രിൻസിപ്പൽ പുരുഷോത്തമ സാറ് ഉടൻ തന്നെ ആ പയ്യൻസിനെ അവിടേക്ക് വിളിപ്പിച്ചു. സാറിന് ശരിക്കും ദേഷ്യം വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. 2006 സംഭവം. സാറ് ആ പയ്യനെ കാര്യമായിട്ടൊന്ന് തല്ലി. അതിനുശേഷം അവനോട് പറഞ്ഞു ഓഫീസ് മുറിയുടെ പുറത്ത് നിൽക്കാൻ. അവൻ പുറത്ത് നിൽക്കുമ്പോൾ ബെല്ലടിച്ചു, ക്ലാസ് തുടങ്ങി. ഞങ്ങളൊക്കെ ക്ലാസ്സിൽ പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ ഈ പയ്യന്റെ കാര്യം അങ്ങ് വിട്ടുപോയി. രാത്രി ഏകദേശം ഒരു 8 മണിയായപ്പോൾ സ്കൂളിലെ PT പ്രസിഡന്റ് എന്നെ വിളിച്ചു. സ്കൂളിന്റെ ചുറ്റും ഒരുപാട് ആൾ നിൽക്കുന്നു, അവിടെ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. PT പ്രസിഡന്റ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ആ സമയത്ത് തിരുവനന്തപുരത്താണ്.
അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് സ്കൂളിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ പിറ്റേന്ന് ഞാൻ സ്കൂളിലെത്തുമ്പോൾ സ്കൂള് എന്നിട്ട് പൂർണ്ണമായി ആൾക്കൂട്ടത്താൽ വളയപ്പെട്ടിരിക്കുകയാണ്. വളഞ്ഞിരിക്കുന്ന ആളുകളുടെ കയ്യിലൊക്കെ മാരക ആയുധങ്ങളുടെ വൻ ശേഖരവുമുണ്ട്. ശരിക്കും ഗുണ്ടകൾ ആ സ്കൂള് വളഞ്ഞിരിക്കുന്നു എന്ന് പറയാം. തലേദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓഫീസ് മുറിക്ക് പുറത്ത് നിർത്തിയിരുന്ന ആ പയ്യൻസ് രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയില്ല. രാത്രി അവൻ വീട്ടിൽ മടങ്ങിയെത്താതായത് മുതലാണ് സംഭവങ്ങൾ തുടങ്ങുന്നത്. അന്വേഷണം അവസാനം എത്തിച്ചേർന്ന സ്കൂളിലാണ്. അവൻ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന കാര്യം അറിയാതെ ക്ലാസ് മുറിയും സ്കൂളും അടച്ച് അധ്യാപകരും ജീവനക്കാരും കൂടി പുറത്തു പോയതാണ് എന്ന ശൈലിയിലായിരുന്നു തലേദിവസം രാത്രിയിലെ ആരോപണം. ആ ആരോപണം നടക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ PT പ്രസിഡന്റിനെ വിളിക്കുന്നത്. അതിനുശേഷം പോലീസൊക്കെ എത്തി അവിടെ പരിശോധിക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ ക്ലാസ് മുറിയിൽ ഒരു ബെഞ്ചിൽ കിടക്കുന്ന ശൈലിയിൽ അവനെ കിട്ടിയിരുന്നു. അവനെ അവിടെ നിന്ന് പുറത്തെത്തിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയൊക്കെ കൊടുത്തതിന് ശേഷം അവനും അവന്റെ രക്ഷിതാക്കളുമായി രാവിലെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. എന്തായാലും സ്കൂളിൽ അതിരാവിലെ ശരിക്കും ബഹളമായി. നമ്മുടെ പുരുഷോത്തം സാർ ആകെ പെട്ടതുപോലെയായി. രക്ഷിതാക്കൾ പുരുഷോത്തം സാറിനെ അടിച്ച് അടങ്ങുമെന്ന ശൈലിയിൽ നിൽക്കുന്നത്. സാറിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അധ്യാപകരൊക്കെ ഓഫീസ് മുറിയുടെ മുന്നിലുണ്ട്. PTA മെമ്പേഴ്സും ഉണ്ട്. പോലീസും സ്ഥലത്തെത്തി. ശരിക്കും വഴക്കും ബഹളവുമായി മുന്നോട്ട് പോയ ആ പ്രശ്നം ഒരു പരുവത്തിൽ അങ്ങ് സോൾവായി. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആ പയ്യൻസ് നന്നായി പാൻപരാഗൊക്കെ ഉപയോഗിക്കുന്ന കക്ഷിയാണ്. അവൻ അതൊക്കെ അഴിച്ചിട്ട് സാറിനൊരു പണി കൊടുക്കാൻ വേണ്ടി രാത്രി മതിലിൽ കൂടി മുകളിലേക്ക് കയറി രണ്ടാമത്തെ നിലയ്ക്കകത്ത് കയറി കിടന്നതാണ്. അവൻ ചട്ടം കെട്ടി അനുസരിച്ചാണ് അവന്റെ കൂട്ടുകാർ ബാക്കി സംഭവങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്. ഞാൻ ഒരു അധ്യാപികയോട് ഇന്നലെ സംസാരിക്കുകയായിരുന്നു. പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു. കുട്ടികൾക്ക് ഇപ്പോ കണക്കിൽ വളരെയേറെ ശേഷി കുറവാണെന്നാണ് ആ ടീച്ചർ പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന കണക്ക് അല്പം മാറ്റി ചോദിച്ചാൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികളുടെ IQ ലെവല് താഴേക്ക് പോകുന്നു എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ ചോദിച്ചപ്പോൾ ടീച്ചർ കുറെ എക്സാമ്പിൾസ് പറയുകയാണ്. ടീച്ചർക്ക് ഏകദേശം 30 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ഈ കാലഘട്ടത്തിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ IQ-നെ കുറിച്ച് ടീച്ചർക്ക് ഒരു ധാരണയുണ്ട്. ടീച്ചർ ആ കാലഘട്ടങ്ങളിൽ കൊടുത്തിരുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയാത്ത ശൈലിയിൽ അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ശൈലിയിൽ കുട്ടികൾ വളരെ പിന്നോക്കമായിരിക്കുന്നു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും ടീച്ചർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഞാൻ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ടീച്ചർ എന്നോട് പറയുകയാണ്, കുട്ടികൾ അതിരാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരും. സ്കൂളിൽ വന്നാൽ ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണ്. ക്ലാസ് മുറിയിലെ പഠനം ഉച്ചയ്ക്ക് അവസാനിക്കുന്നു. അതിനുശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഉച്ചഭക്ഷണം കഴിച്ചാൽ ഉടൻ വീണ്ടും അവരെ ക്ലാസ്സിലേക്ക് കയറ്റും. ക്ലാസ്സിന് പുറത്ത് അവർ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ കാവലും ഉണ്ടാവും. 3:30 വരെ അങ്ങനെ തുടരും. അതിനുശേഷം സ്കൂൾ ബസ്സിൽ അവർ വീണ്ടും വീട്ടിലേക്ക് അയക്കുന്നു. വീട്ടിലെത്തുന്ന കുട്ടികൾ ഉടൻ തന്നെ ട്യൂഷന് പോകുന്നു. തിരിച്ച് 8 മണിയോടുകൂടി വീട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്യും. ഈ ശൈലിയിൽ കുട്ടിയുടെ ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുട്ടിയുടെ ബോഡി ഉപയോഗിക്കപ്പെടുന്നേയില്ല. കുട്ടിയുടെ കൈകാലുകൾ അനങ്ങുന്നതേയില്ല. കുട്ടി ഒരേ സ്ഥലത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. കൈകാലുകൾ അനങ്ങാത്തത് കൊണ്ട് ശരീരത്തിൽ ഊർജം അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. തലയിലേക്ക് പോലും ഊർജം കയറുന്നില്ല. അതാണ് ടീച്ചറുടെ വിലയിരുത്തൽ. തലയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ശരീരമൊക്കെ ഒന്ന് അനങ്ങണമെന്നാണ് ടീച്ചർ കണ്ടെത്തിയിരിക്കുന്ന കാരണം. ആ കാരണത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷെ ടീച്ചർ മറ്റൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഇപ്പോ ടീച്ചർ ശരിക്കും ഞെട്ടലോടുകൂടി മനസ്സിലാക്കുന്ന ഒരു കേസുണ്ട്. മിക്കവാറും എല്ലാ ആഴ്ചയിലും ഒത്തിരിയേറെ കുട്ടികൾ കണ്ണിൽ കൈതട്ടി പൊടി വീണു എന്നൊക്കെ പറഞ്ഞ് പരാതി പറയാറുണ്ട്. കുട്ടികൾക്ക് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സംവിധാനം വൻതോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് ടീച്ചർ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണ ഇതിൽ അടുത്തിരിക്കുന്ന ഒരു കുട്ടി കൈ എടുക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നേരെയാണ് കൈ വരുന്നതെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തല പിൻവലിക്കുകയോ കണ്ണടയ്ക്കുകയോ ചെയ്യും. പക്ഷെ ഇവിടെ കണ്ണ് അടയ്ക്കാൻ അടുത്തിരിക്കുന്ന കുട്ടിക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ ആ റിഫ്ലക്സ് ആക്ഷൻ പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു. കുട്ടികളുടെ കണ്ണിൽ പൊടി വീഴുന്ന സാഹചര്യങ്ങൾ ഒരുപാട് കൂടുന്നു. അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബാഗ് തട്ടി, കൈ തട്ടി, പെൻസിൽ തട്ടി, അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇഷ്ടംപോലെ വരുന്നു. ശരിക്കും തട്ടുന്നുമുണ്ട്. ഒഴിയാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്ക് വൻതോതിൽ കുറയുകയാണ്. അപ്പൊ അതിന്റെ കാരണത്തെക്കുറിച്ച് ഞാൻ ശരിക്കും കാര്യമായ ഒരു പഠനം നടത്തിയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച ഈ കുട്ടികൾ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. മൊബൈലിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളുടെ കണ്ണങ്ങനെ തുറന്നു വെച്ചിരിക്കും. കണ്ണ് അടയ്ക്കുന്നില്ലല്ലോ. അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ കണ്ണെന്നാണ് സാധാരണ പറയുക. പക്ഷെ തുറന്ന് മാത്രം പിടിച്ചിരിക്കുന്ന ആ കണ്ണുകൾ അടയ്ക്കാൻ മറന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അടയ്ക്കാനുള്ള കപ്പാസിറ്റി കുറയുകയാണ്. അതുകൊണ്ടാണ് കണ്ണിന്റെ നേരെ വിരൽ വരുമ്പോൾ അടയ്ക്കാൻ വിട്ടുപോകുന്നത്. വിരല് കണ്ണിനകത്ത് കൊള്ളും. നമ്മൾ ജനിച്ചു വീണപ്പോൾ നമുക്കുണ്ടായിരുന്ന റിഫ്ലക്സ് ആക്ഷൻ ക്രമേണ കുട്ടിയിൽ നിന്ന് നഷ്ടമാകുന്നു എന്നാണ് ആ ടീച്ചറും കണ്ടെത്തിയത്. ടീച്ചർ ഇക്കാര്യം എന്നോട് പറയുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി ടീച്ചർ എന്നോട് പറഞ്ഞു.
കുട്ടികളോട് ആരും സംസാരിക്കുന്നില്ല. കുട്ടികളോട് രക്ഷിതാക്കൾ സംസാരിക്കുന്നതേ ഇല്ല എന്നാണ് ആ ടീച്ചറുടെ പ്രധാന കണ്ടെത്തൽ. നേരത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുമായിരുന്നു എന്നാണ് പറയുക. പക്ഷെ ഇപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ വളരെ സജീവമായി പല രംഗങ്ങളിൽ ഇടപെടുന്ന ആളുകളായതുകൊണ്ട് കുട്ടികളുമായിട്ട് മാത്രം സംഭാഷണമില്ല. ആരുമായി സംസാരിക്കാനില്ലാത്ത, ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികൾ, ഊർജം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, റിഫ്ലക്സ് ആക്ഷൻ നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ, ശരിക്കും പ്രതിമകൾ പോലെ ക്ലാസ്സിൽ ഇരുന്നു പോകുന്ന കുട്ടികൾ സ്വാഭാവികമായും കിട്ടുന്ന അവസരം വൻതോതിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ലേ ഷഹബാസിന്റെ കൊലപാതകം നടന്നത്? ഒരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. ഇതുപോലെ ഒരുപാട് രംഗങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. ഇന്നലെ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു രംഗവും നമ്മൾ കണ്ടു. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ത്രാസ് ഉപയോഗിക്കാറില്ല. അവിടെ കളമശ്ശേരിയിലെ ഹോസ്റ്റൽ മുറിയിൽ കുട്ടികൾ ത്രാസ് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ ത്രാസ് ഉപയോഗിച്ചത് കഞ്ചാവ് തൂക്കിക്കൊടുക്കാനാണ്. പക്ഷെ പഠിച്ചത് അവർ ഉപയോഗിച്ചു. ത്രാസ് ഉപയോഗിക്കാൻ അവർ പഠിച്ച കാര്യം അവർ ഉപയോഗിക്കുന്നതോ തികച്ചും തെറ്റെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിലാണ്. നമ്മൾ തെറ്റെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവർ ഉപയോഗിക്കുകയാണ്. ഇതിനോടനുബന്ധമായി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മാർക്കോ സിനിമയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായ അഭിരാമിയോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അഭിരാമിയോട് പറഞ്ഞു, അതിനകത്ത് ആ കൊച്ചുകുട്ടിയൊക്കെ വില്ലൻ തല്ലിക്കൊല്ലുന്ന രംഗം ഇത്തിരി കടത്തുപോയില്ലേ? അപ്പൊ അഭിരാമി എന്നോട് പറയുകയാണ്, സർ അതങ്ങനെ അല്ല, അങ്ങനെ അത്രയും ക്രൂരമായി ആ വില്ലൻ അത് ചെയ്താലല്ലേ ആ വില്ലനെ കൊല്ലാനുള്ള ഒരു ആഗ്രഹം കാണിയേക്കുണ്ടാവുള്ളൂ. മാർക്കോ ആ വില്ലനെ കൊല്ലുമ്പോൾ ശരിക്കും നമ്മൾ ആ വില്ലനെ കൊന്നതായിട്ട് തോന്നണമെങ്കിൽ അത്രയും ക്രൂരത വേണം. അഭിരാമി വളരെ കാര്യമായി കണ്ടീഷനിങ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അപ്പൊ തന്നെ അഭിരാമിയോട് പറയുകയും ചെയ്തു. ഇതേ അഭിരാമി കൂടെ സൂര്യയും എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. ഗ്രീഷ്മ എന്ന ആ കഷയം കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് MLife ചന്ദ്രമോഹൻ എന്നാണ് ഇൻസ്റ്റാഗ്രാം. ഇതുവരെ ചേർന്നിട്ടില്ലാത്തവർ അനച്ചേരുക. അതിനകത്ത് ഞാൻ ഈ ഗ്രീഷ്മയെക്കുറിച്ച് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുന്ന ആളുകൾ ഗ്രീഷ്മയെ വന്ന് തെറി വിളിക്കും, പച്ച തെറി വിളിക്കും. ഒരു ദിവസം യാദൃശ്യവശാൽ ഞാൻ ഈ ഇൻസ്റ്റാ പോസ്റ്റിലൂടെ കടന്നുപോയപ്പോൾ അതിനകത്തൊക്കെ തെറി വിളി. എൻ്റെ പോസ്റ്റുകളിൽ സാധാരണഗതിയിൽ കാണാത്ത വാചകങ്ങൾ കണ്ട് ഞാൻ ആകെ അമ്പരന്ന് പോവുകയാണ്. ഞാൻ ഈ പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന സൂര്യയോടും അഭിരാമിയോടും ആ കാര്യം സൂചിപ്പിച്ചപ്പോൾ ആ പിള്ളേരെന്നോട് പറയുകയാണ്, സാറേ അവളെയല്ലേ ചീത്ത വിളിക്കുന്നത്? ഞാൻ അപ്പൊ പറഞ്ഞു, ഇടേ എന്റെ വാളിലല്ലേ ചീത്ത വിളിക്കുന്നത്? എന്നാലും സാർ കുഴപ്പമില്ല, അവളെയല്ലേ ചീത്ത വിളിക്കുന്നത്? നോക്കുക, ആ ചീത്തവിളി എന്നും ഒരു ചീത്തവിളി അല്ല എന്ന് സൂര്യയും അഭിരാമിയും ഏതാണ്ടങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. അവർ കണ്ടീഷൻഡാണ്. ആദ്യമായിട്ടൊക്കെ TV കൂടി തെറിയൊക്കെ കേട്ടപ്പോൾ ഞാൻ കാണാണ്ട് പൊത്തിപ്പോവുകയായിരുന്നു. കാരണം വീട്ടിനകത്ത് തെറിവിളി എന്നുള്ളത് എനിക്ക് സങ്കല്പിക്കാനാവാത്ത കാര്യമാണ്. ഇപ്പോ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒട്ടുമുക്കാൽ സിനിമകളിലും തെറിവിളിയുണ്ട്. ആ തെറിവിളി സ്വീകാര്യമായ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിലെ ഒരു ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ആ സിനിമയ്ക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക? അത്രയും തെറിയല്ലേ? ഓ അതൊക്കെ ഇവിടെ എല്ലാവരും വിളിക്കുന്നല്ലേ? ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ആ മറുപടി. ഞാൻ നോക്കിയപ്പോൾ അവരൊക്കെ എന്നെക്കാൾ മുന്നേ കണ്ടീഷനിങ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഈ കണ്ടീഷനിങ് മദ്യപാനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കുറെ നാളുകളായി സിനിമകളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നേരത്തെ വില്ലൻ മദ്യപിക്കുന്ന രംഗങ്ങൾ ഇഷ്ടംപോലെ വരുമായിരുന്നു. പിന്നീട് അത് നായകൻ മദ്യപിക്കുന്ന രംഗമായി. നായകൻ മദ്യപിക്കുന്ന രംഗം പതുക്കെ വ്യാപകമായതോടുകൂടി നായകനെ അനുകരിക്കാൻ ആഗ്രഹമുള്ള യുവതലമുറ മദ്യപിച്ചു തുടങ്ങിയപ്പോൾ സർക്കാരിനുണ്ടായ ലാഭം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും വലുതാണ്. ഒരുപാട് ടാക്സ് ആണ് സർക്കാരിന് കിട്ടിയത്. അതുകൊണ്ടാകാം സർക്കാർ ആ നായകൻ മദ്യപിക്കുന്ന രംഗങ്ങൾ കട്ട് ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്ന ആളുകളെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കത്തില്ല. സെൻസർ ബോർഡിന്റെ ആളുകളൊക്കെ സർക്കാരിന്റെ ആളുകളാണ്, പക്ഷെ അവർ കട്ട് ചെയ്യത്തില്ല. മദ്യപാന രംഗങ്ങൾ ഇഷ്ടംപോലെ വരും. സ്വാഭാവികമായിട്ടും ഈ മദ്യപാന രംഗങ്ങൾ ആ സിനിമയുടെ തിരക്കഥയുടെ ഭാഗമാക്കാൻ ഒരു മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനം തയ്യാറായാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ കൂട്ടായിട്ട് സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് ആ സിനിമയിൽ ഇത്ര മദ്യപാന രംഗം വേണമെന്ന് പറഞ്ഞിട്ട് കാശ് കൊടുത്താൽ നിർമ്മാതാവ് ആ പൈസ വാങ്ങുവോ ഇല്ലയോ? ഒരു ലേഖനം ഹിന്ദുവിൽ ഇതുമായി കണക്ട് ചെയ്ത് വന്നിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ ഈ മദ്യം അതുപോലെ സിഗരറ്റ് ഈ രണ്ട് മേഖലയിലുള്ള കമ്പനികൾ പണം മുടക്കുന്നുണ്ട്. ഇന്ന കമ്പനിയുടെ ബ്രാൻഡ് എന്നൊന്നും പ്രചരിപ്പിക്കേണ്ട, ഏതെങ്കിലും സാധനം പ്രചരിപ്പിച്ചാൽ മതി, അതിന് പണം കിട്ടുന്നു എന്ന ശൈലിയില ലേഖനം വന്നത്. ഒരുപാട് പഠനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. നോക്കുക, ഒരു കണ്ടീഷനിങ് ആണ് നടന്നത്. മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന ശൈലിയിലുള്ള കണ്ടീഷനിങ്. ഈ അടുത്ത ദിവസം ഞാനൊരു സിനിമ കാണുകയാണ്. നാരായണിയുടെ 3 ആൺമക്കൾ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. ഷെല്ലി അവതരിപ്പിക്കുന്ന കഥാപാത്രം മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുകയാണ്. അവര് മദ്യപിച്ചു തുടങ്ങിയല്ലേ, ചേച്ചി എങ്ങനെ മദ്യപിക്കൂ? ഞാനും ചിലപ്പോഴൊക്കെ കൂടാറുണ്ട്. പിന്നെ വാ ചേച്ചി, നമുക്ക് അവരോടൊപ്പം കൂടാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷെല്ലി അവതരിപ്പിക്കുന്ന കഥാപാത്രം മറ്റേ സ്ത്രീയോടൊപ്പം ഈ പുരുഷന്മാർ മദ്യപിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. വീട്ടിലെ
സ്വീകരണ മുറിയിലിരുന്ന് നാരായണിയുടെ ആ 3 മക്കളും മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ 3 മക്കളിൽ 2 പേരുടെ ഭാര്യമാർ അവിടേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അവർ 5 പേരും കൂടി ഇരുന്ന് മദ്യപിക്കുന്നതാണ്. വീടിന്റെ സ്വീകരണ മുറിയിൽ മക്കളും മരുമക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗം. ഈ രംഗം നിങ്ങൾ ഇന്നോ ഇന്നലെ കണ്ടു തുടങ്ങിയതല്ല. അനവധി സിനിമകളിൽ ഇത്തരത്തിലുള്ള രംഗമുണ്ട്. ഈ മദ്യപിക്കാത്ത രംഗങ്ങൾ കൊണ്ടും വേണമെങ്കിൽ ആ സിനിമ മുന്നോട്ട് പോകാം. പക്ഷെ അത് വേണമെന്ന് ആരൊക്കെയോ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റൊരു OTT സിനിമയിൽ ഞാനൊരു രംഗം കണ്ടു. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് ആ സിനിമയുടെ പേര്. അതിനകത്ത് നായികയായ പെൺകുട്ടി സിഗരറ്റ് വലിക്കുന്ന രംഗങ്ങളുണ്ട്. അതിൽ അജു വർഗീസിന്റെ കഥാപാത്രം നായകനായ ശ്രീനാഥ് ഭാസി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് ഡയലോഗ് പറയാണ്, ഏയ് ഇത് ശരിയാവില്ല, പെൺപിള്ളേരൊക്കെ സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും, ആണുങ്ങൾ വലിക്കുമ്പോൾ അല്ലല്ലോ. അത് കേട്ടപ്പോൾ ശ്രീനാഥ് ഭാസി പറയും, വസന്തം വസന്തം. കളിയാക്കി പറയുന്നതാണ്. പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നത് തെറ്റും ആൺകുട്ടികൾ വലിക്കുന്നത് ശരിയും എന്ന് കാണുന്ന ഒരു സമൂഹം ഉണ്ടെന്നും ആ സമൂഹം ഏതാണ് അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ഒരു സൂചന ശ്രീനാഥ് ഭാസിയുടെ ആ ഡയലോഗിനകത്തുണ്ട്. കാണികൾ ഒന്നടങ്ങ് ചിരിക്കുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ ആ ഡയലോഗിന്റെ ഉള്ളിൽ ഒരു കുഴപ്പമുണ്ട്. സിഗരറ്റ് ആരും വലിക്കാം, എല്ലാവരും വലിക്കണം എന്നുള്ള ഒരു ധ്വനി അതിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും സിഗരറ്റ് വലിക്കുന്ന സ്ത്രീകൾ ഒരു മസ്റ്റാണ്. പ്രായമുള്ള സ്ത്രീകളോ പ്രായം കുറഞ്ഞ നായികയോ ആരും ആവട്ടെ, ആരെങ്കിലുമൊക്കെ വലിക്കണം. മദ്യപിക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് വിളിക്കുക. ഇത് തന്നെയാണ് തെറിവിളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇതേപോലെ കണ്ടീഷനിങ് ശരിക്കും സംഭവിക്കുന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലാണ്. ഇടുക്കി ഗോൾഡ് പോലുള്ള സിനിമകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരു തെറ്റായി നമ്മുടെ മനസ്സിലേക്ക് കയറ്റാത്ത ശൈലിയിൽ ആ ഉപയോഗത്തെ സാധുവൽക്കരിക്കുന്ന, അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വിഭ്രമാത്മകമായ ചിന്തകൾ വരുമെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് സീനുകൾ മിക്കവാറും സിനിമകളിലുണ്ട്. ഇത് സിനിമയുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ആളുകൾ സിനിമയും സീരിയലിലൊക്കെ കുറ്റം പറയും. സീരിയൽ പൊതുവെ കുറെ കൂടി നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയാം. പക്ഷെ എന്റെ ചോദ്യം, ശരിക്കും സത്യത്തിൽ നമ്മുടെ ഈ ഷഹബാസിന്റെ കൊലപാതകവും അതുപോലെ വെഞ്ഞാറമൂട്ടിലെ അഫാൻ നടത്തിയ ആ കൊലപാതകങ്ങളൊക്കെ സിനിമയുടെയൊക്കെ കുഴപ്പം കൊണ്ട് ഉണ്ടായതാണോ? സകലരും സിനിമ നിരോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ചിലരൊക്കെ കുറച്ചുകൂടി കടന്ന ഒരു കൈയിലേക്ക് കടക്കുകയാണ്. അത് വളരെ രസകരമായ ഒരു രീതിയാണ്. എല്ലാ വീട്ടിലും വൈകുന്നേരം ഒരു മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കുക ഈ മയക്കുമരുന്നുകൾക്കെതിരെ. വേണമെങ്കിൽ ആ നാട്ടിലെ ആളുകളെല്ലാം കൂടി ചേർന്ന് മയക്കുമരുന്നിനെതിരെ ഒരു ജാഥ നടത്തണം. പറ്റുമെങ്കിൽ സിനിമാ താരങ്ങളെ മുന്നിൽ നിർത്തുകയും വേണം. മലയാള മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ അതിന്റെ മുന്നിലുണ്ട്. ശരിക്കും മുന്നിൽ മമ്മൂട്ടിയൊക്കെ നടന്ന് മയക്കുമരുന്നിനെതിരെ ഒരു ജാഥ നടത്തിയാൽ എന്താ കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗം അവസാനിക്കും. പോലീസ് കുറച്ചുകൂടി കടന്നാണ് ഇടപെടുന്നത്. ഈ മയക്കുമരുന്ന് വിൽക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കടകളൊക്കെ കയറി റെയ്ഡ് നടത്തുകയാണ്. ഈ സകല കടകളും റെയ്ഡ് നടത്തി, സകല ആളുകളും റോന്തു ചുറ്റി, അങ്ങനെ ജാഥ നടത്തി, മെഴുകുതിരി കൊളുത്തി, ബാനറൊക്കെ വലിച്ചു കെട്ടി, ക്യാമ്പയിൻ നടത്തി ഈ മയക്കുമരുന്ന് ഉപയോഗവും മദ്യ ഉപയോഗവും ഒക്കെ അവസാനിപ്പിച്ചാൽ ഷഹബാസ് കൊല്ലപ്പെടാതിരിക്കൂ, അല്ലെങ്കിൽ ഷഹബാസിനെ പോലുള്ള ആളുകൾ കൊല്ലപ്പെടാതിരിക്കൂ? ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഈ സമയത്താണ് മറ്റൊരു വാചകം വളരെ പ്രാമുഖ്യം നേടുന്നത്. അധ്യാപകന് അവന് വടി തിരിച്ചു കൊടുക്കണം. അതാണ് പറയുന്നത്. അധ്യാപകർക്ക് വടി തിരിച്ചു കൊടുത്ത് അധ്യാപകർ പിള്ളേരെ തല്ലിയാൽ പിള്ളേരെ നന്നാവൂ? പിള്ളേരെ വടി കൊണ്ട് അടിച്ച് നന്നാക്കിച്ചാൽ പിള്ളേർ നല്ല വിദ്യാർത്ഥികളായി മാറി ഷഹബാസ് കൊല്ലപ്പെടുന്ന പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കൂ? അല്ലെങ്കിൽ അഫാൻ അവന്റെ ബന്ധുക്കളെ കൊന്നുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കൂ? അങ്ങനെയാണെങ്കിൽ പണ്ട് മുതലേ ആളുകളൊക്കെ നന്നാകണ്ടേ? പണ്ട് നന്നായിരുന്നു, ഇപ്പൊ മോശം എന്നുള്ള ആ കാഴ്ചപ്പാട് ശരിയാണോ? അത് നമ്മൾ ആലോചിക്കണം. ശരിക്കും സത്യത്തിൽ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? എല്ലാം വിളഞ്ഞ നെല്ലിന് മുകളിൽ കൊണ്ട് വളം വയ്ക്കുന്ന ഒരു ശൈലിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രശ്നം നമ്മുടെ പഠനത്തിന്റെ രീതിയിലാണ്. നമ്മൾ ക്ലാസ് മുറിയിൽ കുട്ടികളോട് പഠിക്കാൻ പറയും. നന്നായി പഠിക്കണമെന്നാ പറയുക. നന്നായി പഠിച്ചാലേ ജോലി കിട്ടൂ എന്നാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത്. ഇതേ വാചകം വീട്ടിലും പറയും. പഠിച്ച് ജോലി നേടണമെന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. കാരണം അങ്ങനെ പറയുന്ന രക്ഷിതാവാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഏതാണ്ട് അത് കേട്ട് വളരുകയും അത് അനുവർത്തിക്കുകയും ചെയ്ത ആളുകളാണ്. ഈ അധ്യാപകനോ അല്ലെങ്കിൽ രക്ഷിതാവോ ഒരിക്കൽ പോലും ക്ലാസ് മുറിയിൽ പഠിച്ച് 4 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളായി നീ മാറണം എന്ന് ഏതെങ്കിലും കുട്ടിയോട് പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജോലിക്ക് കൈ നമ്മൾ ഇങ്ങനെ നീട്ടുക, ജോലി കൊടുക്കുന്ന ആളാണ് കൈ ഇങ്ങനെ പിടിക്കുക. കൊടുക്കുന്ന ആളായി മാറണം എന്ന് ആരെങ്കിലും പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാതൽ ശരിക്കും നമ്മുടെ ആ വിഷയത്തിലാണ്. നമ്മളെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മുതലാളി, ആ മുതലാളി മുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇടും. നമ്മളിങ്ങനെ കൈനീട്ടി വാങ്ങിക്കും. 65 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണെന്ന് സർക്കാർ മേനി നടിക്കുമ്പോൾ ശരിക്കും ആ സർക്കാരിന്റെ വക്താക്കൾ വലിയൊരു ഉടമയുടെ മൈൻഡ് സെറ്റിലേക്ക് വരുന്നത്. വലിയ ഉടമ ഇങ്ങനെ
അദൃശ്യനായ വലിയ ഉടമ. ആ ഉടമ ഇങ്ങനെ കുലുക്കി കുലുക്കി താഴോട്ടിട്ട് കൊടുക്കും. ബാക്കിയുള്ള ഒരു ഭിക്ഷക്കാരെ പോലെ പണം ഇങ്ങനെ ഏറ്റുവാങ്ങുന്ന ഒരു ശൈലി, വാങ്ങാൻ മാത്രം ആളുകളെ ശീലിപ്പിക്കുക. ഈ സർക്കാർ കൊടുക്കുന്ന ആ സംവിധാനം വാങ്ങാൻ നിൽക്കുന്ന ആളുകളെ സൃഷ്ടിക്കലാണോ സർക്കാരിന്റെ ധർമ്മമെന്ന് ചോദിച്ചാൽ അതിനെന്താ ഇപ്പൊ മറുപടി പറയുക? സകലതും സർക്കാരിന്റെ കീഴിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സർക്കാർ ഒരു വലിയ മുതലാളിയാകുന്നതിനെ കുറിച്ച് വല്ലാത്തൊരു സ്വപ്നം സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ കാണുന്നില്ലേ എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പലപ്പോഴും കാണേണ്ട ചില കാഴ്ചകൾ നമ്മൾ കാണാതെ പോകുന്നത്. ശരിക്കും കേരളത്തിൽ ജനിച്ചു വളർന്ന് കേരളത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത എത്ര ആളുകളെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊതുക് ഒരു വലിയ വിഷയമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഇഷ്ടംപോലെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ആ കൊതുക് നമ്മളെ കടിക്കാതിരിക്കാൻ, കൊതുകിനെ ഓട്ടിക്കാൻ പല മാർഗങ്ങളും കുഞ്ഞുനാളിൽ നമ്മുടെയൊക്കെ വീട്ടുകാർ ആലോചിച്ചിട്ടുണ്ടാവും. ആ ആലോചന വളരെ സീരിയസ് ആയി എടുത്ത ഒരാള് കൊതുകുതിരി ഉണ്ടാക്കി. ആമ്മമാർക്ക് കൊതുകുതിരിയും അതിൽ നിന്ന് ഗുഡ് നൈറ്റ് എന്നുള്ള ആ ഉൽപ്പന്നമൊക്കെ ഉണ്ടായി. നമ്മൾ എന്തേ ഗുഡ് നൈറ്റിനെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാത്തത്? ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയ വ്യക്തി ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉജാല, വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി വന്ന സംവിധാനമാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്തേ നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാത്തത്? വി-ഗാർഡ്, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുമുള്ള ഓൾട്ടേജ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയ ഒരു വിപ്ലവമായിരുന്നു ആ വി-ഗാർഡിന്റെ സ്റ്റെബിലൈസർ സംവിധാനം. നമ്മുടെ പാഠപുസ്തകങ്ങൾ അതെന്തേ കടന്നു വരാത്തത്? നമ്മൾ ഒരുപാട് നേതാക്കന്മാരുടെ വിപ്ലവത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് നേതാക്കന്മാരുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കും. നമ്മൾ ശരിക്കും ഹിപ്പോക്രറ്റുകളാണ്. നമ്മൾ രാജാക്കന്മാർ വലിയ സംഭവമായിരുന്നു, രാജാക്കന്മാർ ഇരുന്ന കസേര അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ കേരളത്തെ നമ്മളാക്കി മാറ്റിയ, കേരളത്തെ വളർത്തിയ ആളുകളെ പഠിപ്പിക്കാൻ നമ്മൾ വിട്ടുപോകാറുണ്ട്. നമ്മൾ വിട്ടുപോകുന്നത് ഈ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് പഠിപ്പിക്കാനാണ്. കൊടുക്കുന്ന ആളുകൾ ശത്രുക്കളായി കാണുന്ന ഒരു സമൂഹം നമ്മളിവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ശരിക്കും ക്ലാസ് മുറിയുടെ പഠന രീതി സമൂലമായി മാറേണ്ടിയിരിക്കുന്നു. സമൂലമായി എന്ന് വെച്ചാൽ ശരിക്കും അടിത്തട്ട് മുതൽ മാറേണ്ടിയിരിക്കുന്നു. അനവധി വർഷം അധ്യാപന മേഖലയിൽ നിന്ന ആളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലേക്ക് നിലനിൽക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അത് തന്നെയാണ്. എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, പഠിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കുട്ടിക്ക് തുടക്കത്തിലേ കൊടുക്കണമെന്നാണ്. നമ്മളിൽ ചിലരൊക്കെ പറയാറുണ്ട്, നല്ല മനുഷ്യനാകാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നതെന്ന്. ആണോ? സ്കൂളിൽ പോയി പഠിച്ചാലേ ആളുകൾ നല്ല മനുഷ്യരാകുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഒരു സ്കൂളിലും പോയില്ലെങ്കിലും ആളുകൾ നല്ലവനും ചീത്തവനൊക്കെയായി മാറിക്കൊള്ളും. അതിനൊന്നും സ്കൂളിന്റെ ഒരു ഇടപെടലും വേണ്ട. ജോലി കിട്ടാൻ വേണ്ടിയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ ചിന്തയാണ് തുടക്കത്തിലേ മാറ്റേണ്ടത്. ശരിക്കും നമ്മൾ 1ാം ക്ലാസ് മുതൽ കുട്ടികളിലെ പഠനം ആരംഭിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കുട്ടിക്ക് കൊടുക്കേണ്ടത് സിമ്പിളായ ചില കാര്യങ്ങളാണ്. കുട്ടിയെ നിരീക്ഷിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും വേണ്ടത്. അവൻ നിരീക്ഷിക്കേണ്ടത് അവന്റെ വീടിനെയും അവന്റെ ക്ലാസ്സിനെയും അവന്റെ ചുറ്റുപാടുകളെയൊക്കെയാണ്. നിരീക്ഷിക്കുമ്പോൾ അവൻ പലതും കാണും. വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിളും കസേരയും ഒക്കെ അവൻ കാണണം. ഫാന് കാണണം, TV കാണണം, സ്റ്റൗ കാണണം, പാത്രങ്ങൾ കാണണം, ഗ്ലാസ് കാണണം, അവന്റെ ബാഗും അവനിരിക്കുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ അവൻ കാണണം. ആ കാഴ്ചകൾ അവൻ കാണുമ്പോൾ അവന്റെ മനസ്സിൽ പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് എന്ത് ഉപയോഗമാണ് അവന് നൽകുന്നത്? അവന്റെ ബാഗ് കൊണ്ട് അവൻ എന്താണ് ഉപയോഗം? അവനിരിക്കുന്ന ബെഞ്ച് അവൻ എന്താണ് ഉപയോഗം നൽകുന്നത്? അവന്റെ മുന്നിൽ കാണുന്ന ടേബിൾ അവൻ എന്ത് ഉപയോഗമാണ് നൽകുന്നത്? അവൻ കാണുന്ന ഫാന് അവൻ എന്ത് ഉപയോഗമാണ് നൽകുന്നത്? ആ ക്ലാസ് മുറി, ആ ബിൽഡിംഗ് അവൻ എന്ത് ഉപയോഗമാണ് നൽകുന്നത്? അവന്റെ അമ്മ ഉപയോഗിക്കുന്ന സ്റ്റൗ എന്ത് ഗുണമാണ് നൽകുന്നത്? വീട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും. പതുക്കെ ക്ലാസ് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആ സംഭവത്തെ ഒന്ന് മാറ്റിപ്പിടിക്കും. ആ ഗുണം ശരിക്കും ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാണെന്ന് പതുക്കെ പതുക്കെ കുട്ടിയുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരു ഫ്ലാസ്ക് കാണുമ്പോൾ വെള്ളം ചൂടാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. ചൂട് നഷ്ടപ്പെടുന്നത് കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടാണ് ആ ഫ്ലാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്ന പരിഹാരമാണ് ആ ഫ്ലാസ്ക് എന്ന് കുട്ടി മനസ്സിലാക്കണം. അതിന് ചിലപ്പോൾ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ കുട്ടി എത്തേണ്ടി വരും. നമ്മുടെ ക്ലാസ് മുറി കാണുന്ന ഫാന് അല്ലെങ്കിൽ വീട്ടിൽ കാണുന്ന ഫാന് ശരിക്കും നമ്മുടെ ആ മുറിയിലെ ചൂട് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ ചൂടെന്ന പ്രശ്നത്തെ ആ ഫാന് പരിഹരിക്കുകയാണ്. പതുക്കെ പതുക്കെ അവൻ 3ലോ 4ലോ ഒക്കെ ആകുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന ബസ് അവന്റെ യാത്ര എന്ന പ്രശ്നത്തെയാണ് പരിഹരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത പതുക്കെ പതുക്കെ വരുമ്പോൾ അവൻ എഴുതുന്ന പേന ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ്. അവൻ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എഴുതണമെങ്കിൽ അതിന് മഷി വേണം. ആ മഷി ആ പേനയിലൂടെ ഒരുപാട് ഒഴുകിയിറങ്ങാനും പാടില്ല. അതിന് പേനയുടെ അറ്റത്ത് ഒരു ബോൾ പിടിപ്പിച്ചിട്ടുണ്ട്. അവൻ അതൊക്കെ പഠിക്കും. ഒരു പ്രശ്നം പരിഹരിക്കുകയാണ്. ആ മഷി പൂർണ്ണമായി ഒഴുകിയിറങ്ങാതെ തടുക്കുന്നതും എന്നാൽ അതേ സമയത്ത് ആവശ്യാനുസരണം പേപ്പറിൽ മാത്രം വരുന്ന ശൈലിയിൽ ഒരു ബോൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനിങ്ങനെ
പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ആ ഉപകരണങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കി തുടങ്ങുന്നതോടുകൂടി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അപ്പോഴേക്കും കുട്ടി 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ എത്തും. കുട്ടി വിവിധ വിഷയങ്ങളുമായി കണക്ഷൻ ഉണ്ടാക്കുന്ന ആ സമയത്താണ്. സോഷ്യൽ സയൻസുമായി ബന്ധിപ്പിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് അവിടെയുള്ള പ്രശ്നങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടും. ഫിസിക്സുമായി ബന്ധപ്പെട്ട കുട്ടി പഠിച്ചു തുടങ്ങുമ്പോൾ ആ മേഖലയിലെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്താൻ കുട്ടിയോട് ആവശ്യപ്പെടും. സ്വാഭാവികമായിട്ടും ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ കുട്ടി രേഖപ്പെടുത്തി തുടങ്ങുമ്പോൾ ആ പ്രശ്ന പരിഹാരത്തിനായി നിലവിൽ എന്ത് മാർഗമാണ് ഉപയോഗിക്കുന്നത് കാര്യം നമ്മൾ കുട്ടിയോട് ചോദിക്കുകയാണ്. കുട്ടി അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ക്രമേണ ആ ചോദ്യം ഒന്നുകൂടി നമ്മൾ ആവർത്തിക്കും. പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ സംവിധാനത്തിന് പകരം വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ആ ചോദ്യം ചോദിക്കുന്നതോടുകൂടി എന്തുകൊണ്ട് നേരത്തുള്ള പരിഹാരം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ചോദിക്കപ്പെടുകയാണ്. അവിടെ വെച്ചാണ് അതിന്റെ ശാസ്ത്രം കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്, മെറ്റീരിയൽ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ കുട്ടി അറിയും ആ മെറ്റീരിയലിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ സാമ്പത്തിക അടിത്തറ, ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗം, വിൽക്കാനുള്ള സാധ്യതകൾ, പ്രശ്നപരിഹാരത്തിന്റെ ശേഷി, കൂടുതൽ കാലം നിലനിൽക്കുന്ന സംവിധാനം, അങ്ങനെ പലതും പഠിക്കും. അതിന്റെ ബേസിൽ ശാസ്ത്രവും പഠിക്കും. പതുക്കെ പതുക്കെ ക്ലാസുകൾ മുഴുവൻ കയറുന്നോറും കുട്ടി ഒരുപാട് വ്യാപകമായ അളവിൽ ആളുകളെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കുട്ടി രേഖപ്പെടുത്തി തുടങ്ങും. ആ പ്രശ്നങ്ങൾക്ക് നിലവിൽ എന്താണ് പരിഹാരം, അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും പരിഹാരമുണ്ടോ? അങ്ങനെ ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ആ പ്രശ്നം പരിഹരിക്കാനായി കൂടുതൽ പഠിക്കണം, കൂടുതൽ സ്കില്ല് നേടണം എന്നൊരു താല്പര്യം കുട്ടിയിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാനും ഒക്കെ താല്പര്യം വരുന്ന കുട്ടി ശരിക്കും യഥാർത്ഥ ഡോക്ടർ ആകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്ടറാകാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിത അവസാനം വരെ നമുക്ക് പണം നേടിത്തരുന്ന ഒരു സ്കിൽ സെറ്റാണ് ഡോക്ടർക്കുള്ളത്. 60, 70, 80 വയസ്സായാലും നമുക്ക് ആളുകളെ ചികിത്സിക്കാം. ശരിക്കും പണം ഉണ്ടാക്കാനാണ് ഡോക്ടർ ആകുന്നുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളിൽ നിന്ന് ഇന്ന മേഖലയിലെ ആളുകൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാൻ അവിടെ ഒരു ഡോക്ടറായി പ്രവർത്തിക്കണം, അതിന് എനിക്ക് ഇന്ന അറിവ് വേണം, ഇന്ന സ്കിൽ സെറ്റ് വേണമെന്ന് തീരുമാനിക്കുന്ന കുട്ടിയിലേക്ക് നമ്മൾ കുട്ടിയെ എത്തിക്കാൻ ഈ ശൈലിയിലുള്ള കൺവേർഷൻ അനിവാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എല്ലാ തൊഴിലും മാന്യമാണ് എന്ന് പഠിക്കുമെന്നുള്ളതാണ്. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ തൊഴിലിനും ഒരേ വിലയും നിലയുമാണ് ഉള്ളതെന്ന് കുട്ടി തിരിച്ചറിയും. എല്ലാ ജോബിലൂടെയും പരിഹരിക്കപ്പെടുന്നത് പ്രശ്നങ്ങളാണ്. ഓരോ ജോലി ചെയ്യുന്ന ആളും ഒരു പ്രശ്നത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് പരിഹരിക്കുന്നു. ആ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാനുള്ള നോളജ് ലെവലും ആ പ്രശ്നം പരിഹരിക്കാനുള്ള അറിവും സ്കില്ലും ഒക്കെ ആ വ്യക്തിക്ക് ഉള്ളത് കൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇന്ന ജോലി ചെയ്യുന്ന ആള് മുകളിൽ, ഇന്ന ജോലി ചെയ്യുന്ന ആള് താഴെ എന്നുള്ളൊരു കൺസെപ്റ്റ് വരത്തില്ല. പ്രശ്നപരിഹാരമാണ് സകല ജോലികളുടെ ബേസ് എന്ന് ഒരു ധാരണ ഉണ്ടാകുന്നതോടുകൂടി ആളുകൾ, കുട്ടികൾ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു താല്പര്യത്തിലേക്ക് വരും. അവിടെ വെച്ചാണ് നമ്മൾ കുട്ടിയെ കമ്പനി എന്തെന്ന് പഠിപ്പിക്കേണ്ടത്. ശരിക്കും സ്റ്റാർട്ടപ്പുകളുടെ ബേസിക് സംവിധാനം കുട്ടിയുടെ മനസ്സിലേക്ക് വരേണ്ടത് അവിടെയാണ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമ്പോഴേക്കും കുട്ടികൾ എല്ലാവരും തന്നെ ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും റൺ ചെയ്യാനും ഉള്ള കപ്പാസിറ്റി നേടിയിരിക്കണം. ആ ശൈലിയിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ വാർത്തെടുക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ തല്ലുണ്ടാക്കാനും അതുപോലെ വേറെ കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല. അവൻ കാണുന്നത് ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം പരിഹരിക്കാനായി എത്ര കൂടുതൽ അറിവ് നേടണം, എത്ര കൂടുതൽ സ്കില്ല് നേടണം, ഇത് മാത്രമായിരിക്കും അവന്റെ ശ്രദ്ധ. അവൻ അളക്കുന്നത് പ്രശ്നം എത്രത്തോളം പരിഹരിച്ചു എന്നാണ്, അതല്ലാതെ എത്രത്തോളം പണം ഉണ്ടാക്കിയെന്നല്ല. ഇപ്പോഴത്തെ വിലയിരുത്തലുകളൊക്കെ നമുക്കറിയാം. എത്ര പണമുണ്ടാക്കി, എത്ര വലിപ്പമുള്ള വീട് വെച്ചു, എത്ര വലിയ കാറിൽ യാത്ര ചെയ്തു എന്നുള്ളതൊക്കെയാണ് അളവുകൾ. അതൊന്നുമല്ല, എത്ര പ്രശ്നത്തിന് പരിഹാരം നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ലൈഫിന്റെ അർത്ഥം തന്നെ. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതും വളരുന്നതും നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാകണം എന്നാണ് പഠിപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമുള്ളൂ. അതല്ലാതെ നിങ്ങളീ കാണുന്ന പോലെ വിളക്ക് കൊളുത്തിയതുകൊണ്ടോ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ സിനിമയെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒന്നും ആവത്തില്ല. വിദ്യാഭ്യാസ സംവിധാനം പൊളിച്ച് പണിതാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവൂ. ആ മാറ്റത്തിന്റെ തുടക്കം ഇതുപോലുള്ള ചർച്ചകളിലൂടെ ആകട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് ഈ വിഷയത്തോട് വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം ഉറപ്പായും നിങ്ങൾ പങ്കുവയ്ക്കണം. ഇതുവരെ നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യൂ. താങ്ക് യു.